അമേരിക്ക ഇറാനെ അറ്റാക്ക് ചെയ്യുമോ? പല ഇൻ്റർനാഷണൽ മീഡിയയിലും ഇന്ത്യൻ മീഡിയയിലും ഒക്കെ വാർത്തകൾ വരുന്നുണ്ട്, പല രീതിയിലുള്ളത്. വാർ ഇപ്പോൾ തുടങ്ങും, നാളെ തുടങ്ങും, മറ്റന്നാൾ തുടങ്ങും. അതേപോലെ തന്നെ ഇറാൻ സർവ്വസജ്ജമായിട്ട് തിരിച്ചടിക്കും. ഞാൻ ഡെലിബറേറ്റായിട്ട് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, കാരണം വാറിന് ഒരു പ്രിപ്പറേഷനുണ്ട്. അതായത് വെൽ പ്രിപ്പയർഡായിട്ട് ഇതിൻ്റെ സൈനിക സെൻട്രൽ കമാൻഡാണ് ഈ വാറിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ഫൈനലായിട്ടുള്ള ഒരു നിലപാടെടുത്ത് കഴിയുമ്പോൾ മാത്രമേ വാറിൻ്റെ അത് പ്രസിഡൻ്റ് ഓഫ് അമേരിക്കയ്ക്ക് അവർ പറയത്തുള്ളൂ, ഗ്രീൻ സിഗ്നൽ കൊടുക്കത്തുള്ളൂ, നമുക്ക് ഈ സമയത്ത് വാർ സ്റ്റാർട്ട് ചെയ്യാം. അതിന് പല രീതിയിലുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ട്, പ്രിപ്പറേഷനുണ്ട്. അതായത് ഇവരുടെ അമേരിക്കയുടെ ഏകദേശം 12 മുതൽ 18ഓളം സൈനിക താവളങ്ങളുണ്ട്. ഞാൻ ഈ സൈപ്രസും ഇറാനുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന മറ്റുള്ള ഭാഗങ്ങളുണ്ട്, യൂറോപ്പിൻ്റെ ഭാഗങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് അത് 15 മുതൽ 18 വരെ ബേസുകൾ അവർക്ക് എവിടെ നിന്നൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഇന്ത്യയുടെ സൈഡിൽ കിടക്കുന്ന, ഇന്ത്യയുടെ ട്രിവാൻഡ്രത്തിൻ്റെ അടുത്ത് കിടക്കുന്ന ഡിയാഗോ ഗ്രാഷി, ഈ സംഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ ഈ ഇറാനുമായിട്ട് അടുത്ത് കിടക്കുന്ന അറബ് രാജ്യങ്ങൾ, അവരെയും പ്രിപ്പയർ ചെയ്യണം. കാരണം അവരുടെ ബേസുകൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് സുപ്രധാനമായ ഒരു തീരുമാനം സൗദി അറേബ്യ ഇറാനിയൻ പ്രസിഡൻറ്റുമായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, അതായത് അവരുടെ ബേസ് നിങ്ങളെ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കില്ല. എനിക്ക് തോന്നുന്നു തന്ത്രപ്രധാനമായിട്ട് ഒരു സൗദി എടുത്ത് ചിലപ്പോൾ തീരുമാനമായിരിക്കും. ചിലപ്പോൾ ഇതൊരു പുകമറ സൃഷ്ടിക്കാനുള്ള തീരുമാനമായിരിക്കും. കാരണം അമേരിക്ക ഏതെങ്കിലും ഒരു രാജ്യത്ത് ബേസ് ഇടുമ്പോൾ അപ്പോൾ ഇവരുമായിട്ടൊരു കരാറുണ്ട്. അമേരിക്കയ്ക്ക് ആ രാജ്യമൊഴികെ ഏത് രാജ്യത്തും അവരുടെ വാർപ്പ് എക്യുപ്മെൻറ്റ്സ്, അതായത് ഇൻക്ലൂഡിങ് ഫൈറ്റർ ആണെങ്കിലും മറ്റുള്ള എക്യുപ്മെൻറ്റ്സും അവർക്ക് ഉപയോഗിക്കാം. ആ ധാരണയിലാണ് ഇവരുടെ ബേസ് ഏതെങ്കിലും രാജ്യത്തിടുന്നത്. അപ്പം അതിനകത്ത് അവർക്ക് പറയാനൊന്നും സാധിക്കത്തില്ല, നിങ്ങൾ ഇറാനെ അറ്റാക്ക് ചെയ്യരുത്, നിങ്ങൾ അവരെ അറ്റാക്ക് ചെയ്ത് ഇവരെ അറ്റാക്ക് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള 11 ദിവസം വാറിൻ്റെ അകത്ത് ഈ ബേസിൻ്റെ അകത്തുനിന്ന് ഇറാനിൽ നിന്നും അയച്ച മിസൈലുകൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അമേരിക്കൻ എയർക്രാഫ്റ്റും അതേപോലെ തന്നെ ആൻറ്റി മിസൈൽ വെപ്പൺസും ഒക്കെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നൊരു കാരണം, ഒരു സംഭവം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ടൊരു 100% അമേരിക്ക ഇറാനുമായിട്ട് വാർ എൻഗേജ്മെൻറ്റ് ഏത് സമയത്തും ഉണ്ടാകാം. അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പൂർണ്ണമായിട്ടും ഗ്രീൻ സിഗ്നൽ കിട്ടി. കാരണം ഈ വാറിൻ്റെ ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ ജങ്ചറിൽ, അതായത് ഇറാൻ ഇസ്രായേലിൻ്റെ ഉള്ള ഫയർ ചെയ്യുകയാണെങ്കിലും അതേപോലെ തന്നെ ഇറാനിയൻ സ്പൈ ഏജൻസികൾ അവർ പൂർണ്ണമായിട്ടും അമേരിക്കയ്ക്കാണെങ്കിൽ അതേപോലെ ഇസ്രായേലിന് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇറാൻ്റെ മിസൈൽ ലോഞ്ചേഴ്സും അതേപോലെ തന്നെ അവരുടെ ഡ്രോൺ, ഇതിനെയാണ് പ്രിലിമിനറി ആയിട്ട് അറ്റാക്ക് ചെയ്യേണ്ടത്. കാരണം ഈ അറബ് രാജ്യങ്ങൾക്ക്, ഇൻക്ലൂഡിങ് UAE ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും ഖത്തർ ആണെങ്കിലും, ഇവർക്കെല്ലാം അപ്രിഹെൻഷനായിട്ടുള്ള സംഭവമുണ്ട്. ഈ ഇറാൻ്റെ ഹൈപ്പർസോണിക് മിസൈൽ എന്നവർ ക്ലെയിം ചെയ്യുന്നു. അതേപോലെ തന്നെ അവരുടെ മിസൈൽ സിസ്റ്റം, ഇത് ഈ പറയുന്ന രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അത് ഈ രാജ്യങ്ങളെ ബാധിക്കും. അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം? അതേപോലെ തന്നെ ഈ മിസൈൽ ലോഞ്ചറിൽ നിന്ന് പോകുന്ന മിസൈലുകൾ ഇസ്രായേലിലോ അതേപോലെ അമേരിക്കൻ ബേസിലോ എത്താതിരിക്കാൻ വേണ്ടി ഏത് രീതിയിലുള്ള പ്രതിരോധ സംവിധാനം, എയർ ഡിഫൻസ് സിസ്റ്റം ആയിരിക്കും ഉപയോഗിക്കുന്നത്? മനസ്സിലാക്കുക, ഈ ഗൾഫ് വാറിന് ശേഷം, കാരണം ഗൾഫ് വാറിൽ ഉണ്ടാകാത്ത രീതിയിലുള്ള വലിയ സേനാ വിന്യാസമാണ് അമേരിക്കൻ പടക്കപ്പൽ, അതായത് USS എബ്രഹാം ലിങ്കൻ, അതേപോലെ നെമിറ്റ്സ്, അങ്ങനെ പല വാർഷിപ്പുകൾ മാത്രമൊന്നുമല്ല, അമേരിക്കൻ ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ വലിയ വിന്യാസം അവരുടെ ബേസുകളിലൊക്കെ നടത്തിയിട്ടുണ്ട്. ഏകദേശം 1.5-2 മാസം എടുത്തുള്ള പ്രിപ്പറേഷനാണ്. അപ്പം ഇതിനകത്ത് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചോണം, എങ്ങനെയാണ് മറ്റുള്ള ഔട്ട്സൈഡ് വേൾഡിനെ തെറ്റിദ്ധരിപ്പിക്കുന്നൊരു സംഭവമുണ്ട് ഇതിൻ്റെ അകത്ത്. ഇവർ പറയുന്നൊരു സംഭവമുണ്ട്,
ഇറാൻ ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്യണം. ഇറാൻ ഇത് ന്യൂക്ലിയർ ഡീലല്ല ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ഇഷ്യൂ എന്ന് പറയുന്നത് അമേരിക്ക ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ അവിടെ ഭരിക്കുന്ന റെജീമിനെ, അതായത് അയത്തുള്ള അലി ഖമൈനി, ഇവരെല്ലാം പുറത്താകണം. ഇവരുദ്ദേശിക്കുന്ന റാസ പലാവി അയാൾ വരണം, അല്ലെങ്കിൽ ഇവരുടെ ഒരു പപ്പറ്റായിട്ടുള്ള ഒരാൾ ഇറാനിൽ വരണം. ഇത് തന്നെ ഉദ്ദേശം. കാരണം നമ്മൾ എങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാലും മനസ്സിലാക്കുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ വാറിൻ്റെ അകത്ത് അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് സിസ്റ്റം എന്ന് കൊടുക്കുന്നത് ഇസ്രായേലി മൊസാദ് സ്പൈ ഏജൻസിയാണ്. കാരണം ഈ 11 ദിവസത്തെ വാറിനകത്ത് ഇസ്രായേൽ പഠിച്ച ചില പാഠങ്ങളുണ്ട്. മനസ്സിലാക്കണം, നമ്മൾ ഒരു രാജ്യം വാറിൽ എൻഗേജ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളും നെഗറ്റീവായിട്ടുള്ള രണ്ടും അസംഷൻ ചെയ്ത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കുന്നത് എവിടൊക്കെയാണ് പാളിച്ച ഉണ്ടായത്. കാരണം ഈ 11 ദിവസം വാറിനകത്ത് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പാളിച്ച എന്ന് പറയുന്നത്, ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രമാത്രം മിസൈൽ ലോഞ്ചേഴ്സ് ഇവരുടെ കയ്യിലുണ്ട്. കാരണം ഏകദേശം 90% മിസൈലുകളാണെങ്കിലും ഡ്രോൺസ് ആണെങ്കിലും ആൻറ്റി എയർ ഡിഫൻസ് സിസ്റ്റം വെച്ച് തടഞ്ഞപ്പോൾ തന്നെയും അതിനകത്ത് ചിലതൊക്കെ ഇസ്രായേലി വന്ന് പതിച്ചു. അത് സത്യമാണ്. അതേപോലെ തന്നെ ഖത്തർ എയർ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തിട്ട് പോലും അതും അമേരിക്കൻ ബേസിലും ഖത്തറിലും വന്ന് പതിച്ചു. അതും സത്യമാണ്. അപ്പം എങ്ങനെയാണ് ഈ വാർ തുടങ്ങിയിട്ട് ഇത്ര മണിക്കൂറിന് ഉള്ളിൽ ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ ന്യൂട്രലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും കീ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, കഴിഞ്ഞ 11 ദിവസം വാറിൻ്റെ അകത്ത് ഏറ്റവും വലിയ ത്രസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന ഇസ്രായേൽ എടുത്തിരുന്നത് IRGCയുടെ ചില തലവന്മാരെയും ഖമേനിയുമായിട്ട് അടുപ്പമുള്ള ചില ആൾക്കാർ ആദ്യ ദിവസം ഇത്ര മണിക്കൂറിനുള്ളിൽ എലിമിനേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ IRGCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സംഭവങ്ങൾ അടിക്കുക. അതിനകത്ത് അവർക്ക് താല്പര്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അലി അയത്തുള്ള ഖമേനിയെ തട്ടുക. ആ സമയത്താണ് അമേരിക്കൻ പ്രസിഡന്റ് വീറ്റോ ചെയ്യുന്നത്. പിന്നീട് നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചു, അതായത് G7 മീറ്റിംഗ് കാനഡയിൽ നടക്കുന്ന സമയത്ത് ഇറാൻ്റെ ഫോറിൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ അബ്രഹാസ് അഗ്രഹാച്ചി, അപ്പം അയാൾ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റിനോട് റിക്വസ്റ്റ് ചെയ്ത് ഇസ്രായേലിനോട് പറയുക ബോംബിങ് നിർത്താൻ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇറാൻ്റെ ഒരു കുന്തവുമില്ല. അവരുടെ ഈ പറയുന്ന വെപ്പൺസ് എന്ന് പറയുന്നത് ഈ പോകുന്ന ദീർഘദൂരമായിട്ട് 1500 കിലോമീറ്റർ സഞ്ചരിക്കുന്ന മിസൈലാണ്. ഈ മിസൈൽ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കേണ്ട സംഭവമുണ്ട്, ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ലോഞ്ചർ ആവശ്യമാണ്. ഇതേപോലെ പല ലോഞ്ചറും കാണും. ഇപ്പം ഞാൻ എൻ്റെ ഒരു അസംഷൻ അനുസരിച്ച് എവിടൊക്കെയാണ് ലോഞ്ചർ ഉള്ളത്, എവിടൊക്കെയാണ് അവരുടെ മിസൈൽ സിസ്റ്റം വിന്യാസം അത് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്, ഇതിനെയെല്ലാം ഇസ്രായേലി സ്പൈ പ്രോപ്പറായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പറയാവുന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രതിഷേധം അതേപോലെ തന്നെ ഇസ്രായേലി സ്പൈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് ഇറാൻ്റെ അങ്ങേയറ്റം വരെ കയറിയിട്ടുണ്ട്. അതായത് ഇറാനിയൻ റഷീമിനെ എതിർക്കുന്ന വലിയ വിഭാഗം ജനങ്ങളുണ്ട്, കർഡിഷുണ്ട്, അങ്ങനെ പല കൂട്ടരുണ്ട്. ഇവരിൽ കൂടെ ഇതിൻ്റെ അങ്ങേ തലം വരെ ഇത് കയറിയിട്ടുണ്ട്. ഇപ്പം ഏതെങ്കിലും രീതിയിൽ ഈ വാറുമായി ബന്ധപ്പെട്ട ആക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂർ 2 മണിക്കൂറിനോട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഈ ലോഞ്ചർ മുഴുവൻ ഇവർ ഡിസ്ട്രോയ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഇറാൻ്റെ മുകളിൽ കൂടെ അമേരിക്കൻ താണ്ഡവം ഉണ്ടാകും. അതിന് ഏറ്റവും പ്രയോജനമായിട്ടുള്ള ഇൻപുട്ട് കൊടുക്കുന്നത് ഇസ്രായേലി സ്പൈ ഇൻ്റലിജൻസ് ആയിരിക്കും. എയർ ആണെങ്കിലും ഫിസിക്കൽ ഇൻ്റലിജൻസും കൈനറ്റിക് ഇൻ്റലിജൻസും എല്ലാം കൂടെ ക്ലബ്ബ് ചേർത്ത സംഭവം. അപ്പം അതുമായി ബന്ധപ്പെട്ട് പിന്നെ മനസ്സിലാക്കുന്ന സംഭവമുണ്ട്, ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും അമേരിക്ക ഇന്ന് വരെ ലോകത്തോട് പറയാത്ത പല വെപ്പൺസും ഇവിടെ ടെസ്റ്റ് ചെയ്യും. അതിനുള്ള പോസിബിലിറ്റി തള്ളിക്കളയരുത്. കാരണം വെനൂസലയിൽ ഉപയോഗിച്ചു എന്ന് പറയുന്ന വെപ്പൺ നിക്കോളാസ് മൺറോ, കാരണം ഏകദേശം 100-150ഓളം ക്യൂബൻ പട്ടാളക്കാരുള്ള ഏകദേശം 5000-ൽ പരം പട്ടാളക്കാരുടെ സെക്യൂരിറ്റിയുള്ള ക്യാമ്പസിനകത്ത്
എന്ത് വെപ്പൺസാണ് ഗ്രൗണ്ടിലുള്ള ഫോഴ്സിനെതിരെ ഉപയോഗിച്ചിരിക്കുന്നത്, അതിനെപ്പറ്റി ഇന്നും ആർക്കും അറിയത്തില്ല. ചിലർ പറഞ്ഞ് എനർജി ബേസ്ഡ് ആണ്, ചിലർ പറഞ്ഞ് മറ്റുള്ള സംഭവങ്ങളാണ്. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഒരുപ്പെട്ട എല്ലാ ഡെവലപ്ഡ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കയ്യിൽ ലോകത്തോട് അൺടോൾഡായിട്ട് പറയാത്ത പല വെപ്പൺസ് ഉണ്ട്. ചിലപ്പോൾ ഇറാനിൽ ഈ വെപ്പൺ ഈ റെജീമിനെതിരെ ഉപയോഗിക്കാനുള്ള പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഫാക്ടർ, എന്തുകൊണ്ടാണ് വാർ ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്, അതിൻ്റെ കാരണം യൂറോപ്യൻ യൂണിയൻ, ഞാൻ എപ്പോഴും പറയുന്നൊരു സംഭവമുണ്ട്, യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ഭയങ്കര ഓപ്പർച്യൂണിസ്റ്റിക്കാണ്. അവർ ഇന്ന് രാത്രി, അതായത് ബ്രസൽസിൽ ചേർന്ന അവരുടെ ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിൽ അവർ യുനാനിമസ് ആയിട്ട് IRGC, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്, അവരെ ടെറർ ഓർഗനൈസേഷനായിട്ട് ഇവർ സ്റ്റാമ്പ് ചെയ്തു. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രിയും അവിടുത്തെ പ്രൈം മിനിസ്റ്ററും പറയുന്നത് അത് ചരിത്രപരമായൊരു നേട്ടമാണ് ഇസ്രായേലിന് കിട്ടിയിരിക്കുന്നത്. കാരണം വാർ തുടങ്ങാൻ പോകുന്നതിൻ്റെ സിമ്പലായിട്ടാണ് ഇറാൻ്റെ IRGCക്കെതിരെ ഇങ്ങനൊരു ഡിസിഷൻ യൂറോപ്യൻ യൂണിയൻ്റെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റേഴ്സ് എല്ലാം എടുത്തിരിക്കുക. അതായത് നമുക്കത് കൺക്ലൂഡ് ചെയ്യാവുന്നൊരു സംഭവം എന്ന് പറയുന്നത്, വാർ 100% ഉണ്ടാകും. ഇതിനകത്ത് അമേരിക്കൻ താല്പര്യങ്ങളുണ്ട്, റെജീമിനെ മാറ്റുക. കാരണം ഇതേപോലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അമേരിക്കയ്ക്ക് കിട്ടുകയില്ല. നമ്പർ 1, കാരണം ഏകദേശം 20-25,000 30,000 പേരെയാണ്, പ്രതിഷേധക്കാരെയാണ് ഇറാൻ റെജീം കൊന്നിരിക്കുന്നത്. IRGC എന്ന് പറയുന്ന പട്ടാളക്കാരുൾപ്പെടെ. അതായത് ലോകം മുഴുവനും ഇതിൽ ഞെട്ടിയിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ തന്നെ ഇറാനെ പിന്തുണയ്ക്കാൻ ഒരു രാജ്യങ്ങളും തയ്യാറാകത്തില്ല. മറ്റൊന്നെന്ന് പറയുന്നത്, ചൈനയുടെ പൊട്ടൻഷ്യൽ ത്രെട്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാകും. എങ്ങനെ? ഈ ഇറാനും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ എനർജി എന്ന് പറയുന്നത്, അതായത് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നതിൻ്റെ 90% അമേരിക്കയുടെ കയ്യിലാകും. റഷ്യ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഉക്രൈനിൽ എൻഗേജ്ഡാണ്. അവർക്കൊരു കാരണവശാലും ഇറാനെ സഹായിക്കാൻ പറ്റില്ല. അതായത് ഉണ്ടാകാൻ പോകുന്ന അമേരിക്ക അറ്റാക്ക് തുടങ്ങി ഇതേപോലെ തന്നെ മറ്റുള്ള നാറ്റോ സഖ്യ രാജ്യങ്ങൾ, ഇന്നലെ ട്രംപ് തെറിവിളിച്ച മാക്രോൺ ആണെങ്കിലും ജർമ്മൻ ചാൻസലറാണ്, ഇവരെല്ലാം ഒരുമിച്ച് ഒരൊറ്റ കാര്യത്തിൽ ഒരുമിക്കും. കാരണം ഇവർക്കൊക്കെ എനർജി എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. ജൂയിഷ് സ്റ്റേറ്റിനേക്കാളും എനർജിയാണ് കാര്യം. മറ്റൊന്ന്, ഇവർക്കൊന്നും അമേരിക്കയെ തള്ളിപ്പറയാൻ പറ്റത്തില്ല. ഇത് ചുമ്മാ അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ പറയുന്ന ഡ്രാമ മാത്രമാണ്. നാറ്റോയിൽ അമേരിക്ക ഇല്ലെങ്കിൽ നാറ്റോ എന്ന് പറഞ്ഞ സംഭവമില്ല. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ഗ്രീൻലാൻഡ് എന്നൊക്കെ പറയുന്ന ചെറിയൊരു സംഭവം മാത്രമാണ്. ഇവരുടെ ക്രൂഷ്യലായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് എനർജി തന്നെയാണ്. കാരണം എങ്ങനെ ചൈനയെ ഒറ്റപ്പെടുത്താനും റഷ്യയെ ഒറ്റപ്പെടുത്താൻ സാധിക്കും, ഈ സംഭവം, അതായത് ഇറാനിയൻ എനർജിയും കൂടെ അമേരിക്കയുടെ കൺട്രോളിലാവുകയാണെങ്കിൽ ഈ ചൈനയെ പൂർണ്ണമായിട്ടും ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കും. റഷ്യയുടെ സഹായമില്ലാതെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വെനീസുലയും അതേപോലെ തന്നെ ഇറാനെയും മറ്റുള്ള അറബ് രാജ്യങ്ങളെയും വെച്ചുകൊണ്ട് അമേരിക്ക ഫുൾ ഫ്ലഡ്ജായിട്ട് എനർജി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ചൈന അമേരിക്കയുടെ മുമ്പിൽ പോയി ബെഗ് ചെയ്യേണ്ടി വരും. ഇതാണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള അമേരിക്കയുടെ അഡ്വാൻറ്റേജ്. അതായത് ഞാൻ വീണ്ടും പറയുന്നു, അമേരിക്കയെ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറയുന്നത് അവർ തന്നെ പറഞ്ഞു, അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇറാൻ്റെ ന്യൂക്ലിയർ പ്ലാന്റുകൾ തകർത്തു. പിന്നീട് അവിടെ ഒരു ന്യൂക്ലിയറിൻ്റെ ഇഷ്യൂ വരുന്നില്ല. പക്ഷേ അവർ പുറത്ത് പറയുന്ന ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്യണം. രണ്ട് പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഇറാനിയൻ ഭരണം അവിടെ നിന്ന് മാറിപ്പോകണം. അതേപോലെ തന്നെ അമേരിക്ക ഉദ്ദേശിക്കുന്ന ആൾക്കാരെ അവിടെ ഭരണത്തിൽ കൊണ്ടുവരണം. അമേരിക്കയ്ക്ക് അതിനകത്ത് ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യണം. അറബ് രാജ്യങ്ങളും ടർക്കിയും പറയുന്നത് അമേരിക്ക പുല്ല് വിലയെ കൊടുക്കത്തുള്ളൂ. ഈ അറബ് രാജ്യങ്ങളെന്ന് പറയുന്ന രാജ്യങ്ങളെപ്പറ്റി ഞാൻ വീണ്ടും ആവർത്തിക്കാം, ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ സ്ലേവാണ്. കുറച്ചെങ്കിലും സംസാരിക്കുന്ന ടർക്കി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഓപ്പർച്യൂണിസ്റ്റിക്കാണ്. ഇതാണ് ഞാൻ പല ആവർത്തി ഈ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ ആണെങ്കിലും ഇന്ത്യ ചൈന ഇഷ്യൂ ആണെങ്കിലും അറബ് രാജ്യങ്ങളെ കൂടെ നിർത്തുവാൻ വേണ്ടി
ഇന്ത്യക്ക് എപ്പോഴും അമേരിക്കയുടെ സഹായം ആവശ്യമാണ്. ഇപ്പം ചബാർ പോർട്ടിൻ്റെ പറ്റിയും അതേപോലെ കഴിഞ്ഞിടയ്ക്ക് ഇന്ത്യ ഗവൺമെൻറ് UN അതായത് ഇറാനെ സെൻഷർ ചെയ്യണമെന്നൊരു പ്രമേയം വന്നു കഴിഞ്ഞപ്പോൾ കാശ്മീർ ഇഷ്യൂവിൽ ഇറാൻ ഇടപെടത്തില്ല, അതേപോലെ തന്നെ ഇറാൻ്റെ ഇഷ്യൂവിൽ ഇന്ത്യ ഇടപെടില്ല എന്ന രീതിയിൽ ഈ സെൻഷറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനും ചില 7ഓളം രാജ്യങ്ങളാണ് ഇറാനെ അനുകൂലിച്ചത്, ഇന്ത്യയും അനുകൂലിച്ചു. പക്ഷേ ഇന്ത്യയും ഇസ്രായേലുമായിട്ട് പ്രധാനമായ സ്ട്രാറ്റജിക് ബന്ധങ്ങളുണ്ട്, നല്ല ഡിപ്ലോമസിയുമാണ്. പക്ഷെ അതിനകത്തൊരു സംഭവം മനസ്സിലാക്കണം. ഈ വാറുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ കൺട്രോളിലും ഇസ്രായേൽ കൺട്രോളിലും ഇറാൻ ആയിക്കഴിഞ്ഞാൽ, അതായത് റെജീം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ലോകമായിരിക്കും മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ഉണ്ടാകുന്നത്. ആ ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത്, അതായത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ പുതിയ ലോകത്തെ ഇപ്പോഴും പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നത് ഇറാനും കൂടെ വന്നു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടും അതിൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞ അമേരിക്കയുടെ കയ്യിലായിരിക്കും. ഇസ്രായേലിനായിരിക്കും അതിൻ്റെ മേജർ റോൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് സൊമാലിയ ലാൻഡ് എന്ന് പറഞ്ഞ സംഭവത്തെപ്പറ്റിയും എങ്ങനെയാണ് യമൻ്റെ ഒരു ഭാഗം അത് ലിബറേറ്റഡ് ആയതിനെപ്പറ്റിയും എന്തുകൊണ്ടാണ് UAE ലാൻഡിനകത്ത് ഇസ്രായേലിന് ബേസ് കൊടുക്കുന്നതിനെപ്പറ്റി സൗദി അറേബ്യൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യും. അതായത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ അവിടെയൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അവിടുത്തെ നാറ്റോ, അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം, ചെറിയ രാജ്യമാണ്. അതിൻ്റെ എക്സ്പാൻഷൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു ബിഗ് ബ്രദർ, അതായത് അമേരിക്കൻ റോള്, നാറ്റോയുടെ റോളിലോട്ട് ഇസ്രായേൽ എമേർജ് ചെയ്യുന്നു. ഈ വാറോടുകൂടി അത് സമ്പൂർണ്ണമായിട്ട് ഉണ്ടാകാൻ പോകും. കാരണം മിലിറ്ററി മൈറ്റി പവർ എന്ന് പറയുന്നതാണ് പണമുള്ളതിനേക്കാൾ ഏറ്റവും വലിയ പവർ. അത് പൂർണ്ണമായിട്ടും ഇസ്രായേൽ ലോകത്തിന് കാണിച്ചു കൊടുത്തു. കാരണം ഏറ്റവും കൂടുതൽ ധനവാന്മാരായ രാജ്യമാണ് അവിടെ. UAE ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും ഏറ്റവും റിച്ചായിട്ട് മിനറൽസ് ഉള്ള രാജ്യമാണ്. ഇറാഖ് ആണെങ്കിലും ഇറാൻ ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളും. പക്ഷെ അൺസർട്ടനിറ്റി, അവിടെ ഷിയ സുന്നി ഇഷ്യൂ, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക്, അതായത് അവരുടെ ചില ട്രൈബ്സും തമ്മിലുള്ള ഇഷ്യൂ, യമൻ ആണെങ്കിലും ഓരോ രാജ്യങ്ങളാണെങ്കിലും അതേപോലെ ഇസ്ലാമിക തീവ്രവാദം, അവർ തമ്മിലടിക്കുമ്പോൾ അവിടെ ഒരു ലോക പോലീസിൻ്റെ ആവശ്യമുണ്ട്, ഏഷ്യൻ പോലീസ്. ആ ഒരു റോളിലോട്ടാണ് ഇസ്രായേൽ കടന്നു വരുന്നത്. അതായത് മനസ്സിലാക്കുക, ഈ ഒരു വാറ് കഴിയുന്നതോടുകൂടി പവർ എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് വെസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ പവർ അമേരിക്കയ്ക്ക് വരുമ്പം അതിൻ്റെ മുഴുവനായിട്ടും പോലീസിങ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ കയ്യിലോട്ട് പോവുകയാണ്. ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് അയത്തുള്ള അലി ഖമേനിയുടെ ലൈഫും ഈ പറയുന്ന റെജീം ചേഞ്ച് മാത്രമല്ല, കംപ്ലീറ്റ് ആയിട്ട് ഇത് മുഴുവനും ഒരു അമേരിക്കൻ കയ്യിലോട്ടും ഇസ്രായേലിൻ്റെ കയ്യിലോട്ടും പോകുന്നു. അതേപോലെ തന്നെ ഓയിലിൻ്റെ കൺട്രോള് അമേരിക്കയുടെയും കൺട്രോളിലോട്ട് പോകുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ കൂടെ നിൽക്കുന്നു. അറബ് രാജ്യങ്ങൾ മുഴുവനും സ്ലേവായിട്ട് കണ്ടിന്യൂ ചെയ്ത് മാത്രമാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു മറ്റൊരു സംഭവമുണ്ട്. ഇതിനകത്തൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ചിലപ്പോൾ ഈ വാറിനകത്ത് പാകിസ്ഥാൻ്റെ ബേസ് അമേരിക്ക ഉപയോഗിക്കാൻ സാധ്യത. കാരണം പാകിസ്ഥാൻ ഇറാനുമായിട്ട് വലിയൊരു ബോർഡറുണ്ട്. അമേരിക്കയ്ക്ക് അവിടെ നേരത്തെ ബേസ് അത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ബേസ് ചിലപ്പോൾ അസിഫ് മുനീർ, പാകിസ്ഥാനി ആർമി ചീഫ്, കാരണം അയാളാണ് നിയന്ത്രിക്കുന്നത്, അമേരിക്കയ്ക്ക് കൊടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ചിലപ്പം പാകിസ്ഥാനിലിരിക്കുന്ന F-16 ഫൈറ്റർ പോലും ഇറാനിൽ കയറി ബോംബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല. അതായത് നമ്മൾ കാണുന്ന വേൾഡ് എമേർജിങ് ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മാറാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് ഞാൻ ചില സന്ദർഭങ്ങളിൽ പറയുന്നത്, ട്രംപ് ഒരു പൊട്ടനൊന്നുമല്ല. ഈ പാകിസ്ഥാനെ കൂടെ നിർത്തി ഇസ്ലാമിക രാജ്യത്തെ കയറി അടുപ്പിക്കും. ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം വെച്ചിട്ട് ഇറാനെ അടുപ്പിക്കും. അതായത് ജോർദാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ കൂടെ നിൽക്കുമ്പോൾ ഇറാൻ ഈ പറയുന്ന പൊട്ടത്തരം, അതായത് അവർ ചെയ്തും ഈ ട്രിഗറിലാണ്, മാടയാണ്, കോടയാണ്, ഇതൊക്കെ കഴിഞ്ഞ 11 ദിവസം വാറിനകത്ത് നമ്മൾ കണ്ടതാണ്. അവരൊരു കുന്തമല്ല, അവർക്ക് പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ എവിടൊക്കെയോ മിസൈൽ വിടുന്നു, അത് എവിടൊക്കെയോ പതിക്കുന്നു, അതിനകത്തൊരു പുല്ലും ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല. അതായത് സമ്പൂർണമായിട്ടും അമേരിക്ക ഡോമിനേറ്റ് ചെയ്യുന്നൊരു വാറായിരിക്കും. ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഒന്നിക്കും.
അതിൻ്റെ ചില സന്ദർഭങ്ങളിൽ ചിലപ്പം ഇസ്രായേലും ഇതിനകത്ത് കയറി ഇറാനെ തൊലയ്ക്കാനുള്ള സാധ്യത പൂർണ്ണമാണ്. അതോടുകൂടി ഹോർമുസ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കടലിടുക്കാണ്, അത് ഇറാൻ്റെ കൺട്രോളിലാണ്. ഇതെല്ലാം അമേരിക്കയുടെ കൺട്രോളിലോട്ട് വരും. ഇതായിരിക്കും ഈ വാറിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്.